നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 6 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്. ചെറിയൊരു പുളിയൊക്കെ ഉള്ള ഒരു പാഷൻ ഫ്രൂട്ടാണിത്. യെല്ലോ കളറാണ്. ഇപ്പം മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ റെഡും വയലറ്റും ഒക്കെ അവൈലബിൾ ആണ്. അത് കുറച്ചും കൂടി മധുരം വരുന്നതാണ്. ഇതുണ്ട്, കറക്റ്റ് നല്ല പഴുത്തിട്ടുണ്ട് അതിൻ്റെ പൾപ്പ്. പിന്നെ എല്ലാത്തിൻ്റെ ഉള്ളിലത്തെ ഈ സീഡ്സ് എടുക്കാം. നല്ല പഴുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല പഴുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കാരണം നമുക്ക് യാതൊന്നും പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിന് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ നമ്മൾ 6 പാഷൻ ഫ്രൂട്ട് അതിൻ്റെ പൾപ്പ് പുറത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയാണിത്. ഇത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ആ വെള്ള സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇതിൻ്റെ ഈ സീഡ്സും അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം മതി. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇനി നമ്മളൊരു മിക്സിയുടെ ഗ്രൈൻഡർ എടുത്ത് അതിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡറിലിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഇത് നന്നായി അരിച്ചെടുക്കുക. അതിൻ്റെ കറക്റ്റ് ആ പൾപ്പ് മാത്രം വരുന്നത് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ടിൽ അരിച്ചപ്പോഴുള്ള സീഡ്സാണിത്. ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഈ പൾപ്പാണ് ആവശ്യം. ഇതിൽ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ ചെറുതായിട്ട് ബ്ലാക്ക് സീഡ്സ് ഉണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ ഇതിൽ എക്സ്ട്രാ ഫ്ലേവറിംഗ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലുണ്ട്. ഇപ്പോൾ ഇത് നല്ല പുളിയാണ്. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതോട് കൂടിയിട്ട് ഇത് നല്ല ടേസ്റ്റി ആവും. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിവിടെ 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഷുഗറും 1.5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ ഷുഗർ കംപ്ലീറ്റ് ഇതിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളക്കണം. ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് ആ മധുരവും പുളിയും ഒരു കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ചൂടാക്കണം നിർബന്ധമില്ല. ഈ ഷുഗർ സിറപ്പ് തണുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർത്താലും മതി. അപ്പോൾ കേട് കൂടാതെ ഇരിക്കാൻ, കുറച്ച് നാളെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചൂടാക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഒന്ന് ചൂടാറാൻ വെക്കാം. നമ്മളുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ക്വാഷാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണിത്. ഒരു മാസത്തോളം നമുക്കിതിങ്ങനെ ഒരു കുപ്പിയിൽ അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് ഞാനൊന്ന് കാട്ടിത്തരാം. ആദ്യം ഗ്ലാസ് എടുക്കുക, ദെൻ ഐസ് ക്യൂബ്സ് ഇടേണ്ടവർ ഇടുക, അല്ലാത്തവർ ഇടണ്ട. ഇനി നമ്മൾ ഹാഫ് ഗ്ലാസോളം ഈ സ്ക്വാഷ് ഒഴിക്കുക. ബാക്കി ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം.